തിരുവനന്തപുരത്തെ 2 വയസ്സുകാരിയുടെ തിരോധാനത്തിൽ CCTVയിലുള്ളത് കുട്ടിയുടെ ദൃശ്യമല്ലെന്ന് പോലീസ്. സ്ത്രീ നടന്നു പോകുന്ന ദൃശ്യത്തിലുള്ളത് കുട്ടിയല്ലെന്നും അന്വേഷണം പുരോഗമിക്കുകയാണെന്നും DCP നിതിൻ രാജ് പറഞ്ഞു. ടിൻഡു ദാസാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ടിൻഡു, വിശദാംശങ്ങൾ. അനു, കഴിഞ്ഞ 24 മണിക്കൂറുകൾ പിന്നിട്ടിട്ടും കുട്ടിയെ ആരാണ് എടുത്തുകൊണ്ട് പോയത് എന്ന് പോലീസിനെ കണ്ടെത്താനായിട്ടില്ല. ഇപ്പോൾ കുട്ടിയെ കിട്ടി, അതായത് കുട്ടിയെ തിരുവനന്തപുരം കൊച്ചുവേലിക്ക് സമീപമുള്ള ഓടയിൽ നിന്നുമാണ് കുട്ടിയെ ഇന്ന് രാത്രി 7 മണിയോടുകൂടി കണ്ടു കിട്ടിയത്. ആ പ്രദേശത്ത് തന്നെ ഫോറൻസിക് വിദഗ്ധരെ എത്തിച്ചുകൊണ്ട് അവിടെയാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ അന്വേഷണം വഴിമുട്ടി നിൽക്കുകയാണെന്ന് വേണം പറയാൻ. ഇന്നലെ 5:15 ഈ ബ്രഹ്മോസിന് പുറകുവശത്തുള്ള അറപ്പുര റെസിഡൻസ് കോളനിയിലൂടെ ഒരു സ്ത്രീ കുട്ടിയുമായി പോകുന്നത് ഉള്ളൊരു CCTV ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു. ആ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ ആ CCTV ദൃശ്യങ്ങൾ ഉള്ളത് ആ കുട്ടിയല്ല എന്ന് കണ്ടെത്തിയിട്ടുള്ളത്. കൂടാതെ ഈ അറപ്പുര റെസിഡൻസ് കോളനിയുടെ ഭാഗത്ത് ഒരു കെട്ടിടമുണ്ട്. ആ കെട്ടിടത്തിൽ ഒരു CCTV ഉണ്ട്. അവിടുത്തെ CCTV വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. അതിൽ നിർണായകമായ തെളിവുകൾ ഉണ്ട് എന്നാണ് DCP കഴിഞ്ഞ മണിക്കൂറുകളിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതോടൊപ്പം തന്നെ കുട്ടി കിടന്ന സ്ഥലത്ത് നിന്നും ഓടയിലേക്ക് ഏതാണ്ട് 300 മീറ്ററിലധികം മാത്രമാണ് ദൂരമുള്ളത്. അപ്പോൾ കുട്ടിയും കുടുംബവും എല്ലാ ദിവസവും സമീപത്തുള്ള കുളത്തിലേക്ക് കുളിക്കാൻ പോകുന്നത് ഈ ഓടയുടെ സൈഡിലുള്ള വഴിയിലൂടെയാണ്. അപ്പോൾ കുട്ടി എണീറ്റ് വരാനുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. പക്ഷേ എണീറ്റ് വരാനുള്ള സാധ്യത മുന്നിൽ കാണുന്നില്ല. കുട്ടി എങ്ങനെ ഈ ഓടയ്ക്കകത്ത് വന്നു എന്നൊരു ചോദ്യം നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി കുട്ടിയെ അറിയാവുന്ന അതായത് അടുത്ത ബന്ധുക്കൾ ആരെങ്കിലുമാണോ, അതല്ലെങ്കിൽ അറിയാവുന്ന ആരെങ്കിലുമാണോ ഇത്തരത്തിൽ കുട്ടിയെ എടുത്തുകൊണ്ട് പോയത്, അത്തരത്തിലുള്ള അന്വേഷണങ്ങളൊക്കെയാണ് പുരോഗമിക്കുന്നത്. ശാസ്ത്രീയ തെളിവുകളുമായി എത്ര ദൂരം മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം റെയിൽവേക്ക് സമീപമുള്ള ഒരു ഓടയാണ്. അതുപോലെ തന്നെ ബ്രഹ്മോസിന് പുറകുവശമുള്ള ഈ മാലിന്യങ്ങളൊക്കെ തള്ളുന്നൊരു പ്രദേശമാണ്. അപ്പോൾ ആ ഒരു പ്രദേശത്ത് നിന്ന് എത്രത്തോളം ഈ ഫോറൻസിക് തെളിവുകൾ ശേഖരിക്കാൻ കഴിയുമെന്നതിലൊരു ആശങ്കയുണ്ട്. അപ്പോൾ ഈ ഫോറൻസിക് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം, അതുപോലെ തന്നെ CCTV ദൃശ്യങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. എത്രയും പെട്ടെന്ന് പ്രതികളെ അല്ലെങ്കിൽ ഇത്തരത്തിൽ കുട്ടിയെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അവരെ കണ്ടെത്താൻ സാധിക്കുമെന്നാണ് പോലീസിന് ഒരു ആത്മവിശ്വാസമുള്ളത്. ഇന്നലെ കുട്ടിയെ എടുത്തുകൊണ്ട് പോയി എന്ന് പറയുന്ന ഒരു സ്കൂട്ടർ, അതായത് ഒരു മഞ്ഞ കളർ സ്കൂട്ടറിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടത്തിയിരുന്നു. പക്ഷേ ആ അന്വേഷണവും എവിടെയും എത്തിയില്ല. ഈ സ്കൂട്ടറിൻ്റെ നമ്പർ പ്ലേറ്റോ അതുപോലെ മറ്റ് വിശദാംശങ്ങളോ പോലീസിന് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആകെപ്പാടെ ഒരു പുക മൂടിക്കിടക്കുന്ന ഒരു അന്തരീക്ഷം തന്നെയാണ്. അല്ലെങ്കിൽ അത്തരത്തിൽ ഈ കുട്ടിയെ എടുത്തുകൊണ്ട് പോയി എന്ന് പറയുന്ന ആളെ ഇതുവരെ പോലീസിന് കണ്ടെത്താനായിട്ടില്ല. ഇന്നലെ രാവിലെ വെളുപ്പിന് 5 മണിയോടുകൂടിയാണ് ഈ വിഷയം മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നത്. അതിനുശേഷമാണ് പോലീസ് വളരെ ക്രിയാത്മകമായി ഈ വിഷയത്തിൽ ഇടപെടാൻ തുടങ്ങിയത്. ഒരുപക്ഷെ മാധ്യമങ്ങൾ ഒരു സമ്മർദ്ദം ഏർപ്പെടുത്തിക്കൊണ്ട് ആയിരിക്കണം ഇത്തരത്തിൽ കുട്ടിയെ ഉപേക്ഷിച്ചിട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഈ കുട്ടിയെ എടുത്തുകൊണ്ട് പോയവർ എത്തിയതെന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും നിലവിൽ ഇപ്പോൾ കുട്ടി ചൈൽഡ് വെൽഫെയറിൻ്റെ ശിശുവികസന സമിതിയുടെ കീഴിൽ സുരക്ഷിതയാണ്. കുട്ടി ഇപ്പോൾ സംസാരിക്കുന്നുണ്ട്, ആക്റ്റീവാണ്. ഇനി കുട്ടിയെ കൗൺസിലിങ്ങിന് വിധേയമാക്കണം. കുട്ടിയിൽ നിന്നും കൂടി എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുമോ എന്നറിയണം. ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അന്വേഷണം പുരോഗമിക്കുക. ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ എത്രത്തോളം ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതിലും ഒരു വ്യക്തത കുറവുണ്ട്. അനു. ശരി ടിൻഡു.